السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഏറെ സമാദരണീയരായ ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഈ മഹത്തായ ദർസിലെ ഉസ്താദുമാർ മുസ്തഫ ഫൈലി, അബ്ദുള്ള ഫൈലി, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ബാദുഷാ ദാനിമി, മറ്റു പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതുപോലെ നാളെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗലോകത്ത് നമ്മുടെ മശായിഖുമാരോട് കൂടി ഒത്തുചേരാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേരളത്തിലെ അറിയപ്പെടുന്ന സമസ്തയുടെ കീഴിലുള്ള ദർസുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ദർസാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാഖവി ഉസ്താദിന്റെ കീഴിലുള്ള ഈ ദർസ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദർസിൽ നിന്ന് പുറത്തിറങ്ങിയ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി പണ്ഡിതരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. സംസ്ഥകളുടെ ജമഅത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന, അനേകം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകായോഗ്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ദർസും ഒരു പാരമ്പര്യമുള്ള ഒരു പഠന സംവിധാനവുമാണ് നമ്മുടെ ഈ സ്ഥാപനം. നിങ്ങൾക്ക് ദീനിയായ പഠനങ്ങൾക്ക് എന്തിനും സുരക്ഷിതമായി ദീൻ പഠനത്തിന് സാധ്യമാകുന്ന ഒരു ഇടം കൂടിയാണ്. മുഅ്മിനായ സമസ്തയുടെ ആലിമീങ്ങൾക്കൊക്കെ ഏറെ പ്രിയം നിറഞ്ഞ പണ്ഡിതൻ കൂടിയാണ് നിങ്ങളുടെ മുഴുവൻ. അല്ലാഹു ഉസ്താദ് അവർക്ക് ഇസ്സത്തും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം ഉമ്മത്തിന് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമഅത്തുൽ ഉലമയുടെ പിറവി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അകത്തും കേരളത്തിന്റെ പുറത്ത് സമസ്തയുടെ അനുഭാവികൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളും അനുസ്മരണങ്ങളും സ്ഥാപക ദിനാചരണങ്ങളും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകാൻ കൂടിയാണ്. നമ്മളിപ്പോ ഇതുപോലെ സന്തോഷകരമായി എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ദർസിൽ പഠനം നടത്താനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സജ്ജീകരണങ്ങളെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ ഇവിടെ ഒരുക്കിയത് കൊണ്ടാണ്. കഴിഞ്ഞ 100 കൊല്ലമായി കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തെ ഒരു തള്ളക്കോഴി എങ്ങനെയാണോ അതിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്, അതിനേക്കാൾ കരുതലോടുകൂടി പരിപാലിക്കുന്ന, കരുതി പോരുന്ന നമ്മുടെ നേതൃത്വമാണ്, നമ്മുടെ സംരക്ഷകരാണ് സമസ്തകളുടെ ജമഅത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി രൂപം കൊണ്ട ഒരു പണ്ഡിത കൂട്ടായ്മയാണ്. മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത, എല്ലാ കാലഘട്ടത്തിലും അവർക്കൊരു നേതൃത്വം ഉണ്ടാകണം. നേതൃത്വം ഇല്ലെങ്കിൽ ചിതറിപ്പോകും. ചിതറിപ്പോയാൽ ആ സമൂഹം മുഖേന ലക്ഷ്യമാക്കപ്പെടുന്ന ഒരു കാര്യവും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ സമ്പൂർണമായ നേതൃത്വത്തെ നമുക്ക് എല്ലായിടത്തും കാണാം. തിരുദൂതർക്ക് ശേഷം ഖലീഫമാർ വന്നു. ആ ഖലീഫമാർക്ക് ശേഷം പിന്നെ 4 ഖലീഫമാർക്ക് ശേഷം പിന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ നേതൃത്വങ്ങൾ ഉണ്ടായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഭരണാധികാരികൾ. അങ്ങനെ ലോകത്ത് കഴിഞ്ഞ ഒരു 100 കൊല്ലം മുമ്പ് വരെ മുസ്ലിം സമുദായത്തിന്
എല്ലാവർക്കും ഒരു ഏക നേതൃത്വം എന്നൊരു സ്ഥിതി ഈ ലോകത്തുണ്ടായിരുന്നു. ഒരു 100 കൊല്ലം മുമ്പാണ്, 1900 ആദ്യത്തിലാണ് അവസാനത്തെ ഇസ്ലാമിക ഖിലാഫത്തായിരുന്ന ഉസ്മാനി ഖിലാഫത്ത്, തുർക്കി കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഉസ്മാനി ഖിലാഫത്ത്, അതിനെ ബ്രിട്ടീഷുകാര് അപായപ്പെടുത്തി, ഇല്ലായ്മ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തിന്റെ ശ്രമഫലമായി തുർക്കി ഖിലാഫത്ത് ഇല്ലാതെയായതിനു ശേഷം മുസ്ലിങ്ങൾക്ക് ഒരു സമ്പൂർണമായൊരു നേതൃത്വം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു സമ്പൂർണമായൊരു നേതൃത്വം ഇല്ല എന്നത് ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടി ഓരോ നാട്ടിലും ചെറിയ ചെറിയ നേതൃത്വങ്ങൾ, ഓരോ രാജ്യങ്ങളിലും ഓരോ ലീഡർഷിപ്പുകൾ വളർന്നു വന്നു. അങ്ങനെയാണ് കേരളത്തിലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം നമ്മൾ നോക്കിയാൽ അത് 1920-കൾക്ക് ശേഷമാണെങ്കിലും അതിന്റെ മുമ്പാണെങ്കിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം എഴുതപ്പെട്ട അന്ന് മുതൽ ഈ മുസ്ലിം സമൂഹത്തെ പുരോഗതിയിലേക്ക് ഇങ്ങനെ കൈ പിടിച്ചുയർത്തി കൊണ്ടുപോയത് മുഴുവൻ ഉലമാക്കളാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ അങ്ങനെയുള്ള ഒരു ഉലമാ നേതൃത്വം നമുക്കിവിടെ കാണാൻ കഴിയും. അത് 20-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതല്ല. 16-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിന്റെ മുസ്ലിം സമൂഹം സഞ്ചരിക്കുന്നത് ആലിമീങ്ങൾ മുമ്പിൽ നിന്ന് നയിച്ച് അവർ കാണിച്ചു കൊടുത്ത ഒരു വെളിച്ചത്തിന്റെ പിറകിലാണ് കേരളത്തിന്റെ സഞ്ചാരമുള്ളത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു കാലത്തും നേതൃത്വമില്ല എന്ന ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോ എഴുതപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ, മഖ്ദൂം കാലഘട്ടം മുതൽ കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശം ലഭ്യമാണ്. അന്ന് മുതലുള്ള സ്ഥിതി എന്താണ്? ഒരേ സമയം ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും സൂഫികളുടെയും സമ്മിശ്രമായ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ മഖ്ദൂം കുടുംബം, മഅബരികളായ മഖ്ദൂമുമാർ, അവർ കൊച്ചിയിലൂടെ കേരളത്തിലേക്ക് വന്ന് പൊന്നാനിയിൽ അവരുടെ കേന്ദ്രമാക്കി മാറ്റി ദീനീ ദഅവകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ മഅബരികളായ മഖ്ദൂമുമാരാകുന്ന പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്, യമനിൽ നിന്ന് കടൽ കടന്നു വന്ന സാത്വികരായ സയ്യിദന്മാർ മറുഭാഗത്ത്. ഈ സയ്യിദന്മാരുടെയും അതുപോലെ തന്നെ ആലിമീങ്ങളുടെയും സമ്മിശ്രമായ നേതൃത്വം എല്ലാ കാലത്തും നമുക്കുണ്ടായിരുന്നു. അപ്പൊ മമ്പുറം തങ്ങളുപ്പാപ്പാനെ പറയുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ബഹുമാന്യരായ വെളിയങ്കോട് ഉമർ ഖാദിയെ നമുക്ക് വായിക്കാൻ കഴിയും. കോഴിക്കോട് ഖാദി കുടുംബമാകുന്ന, അന്ന് അവിടെ ദർസൊക്കെ നടത്തിയിരുന്ന ഖാദി കുടുംബം എന്ന അവിടുത്തെ പ്രസിദ്ധമായ പണ്ഡിത കുടുംബത്തെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെയാണ് കോഴിക്കോട് ജിഫ്രി കുടുംബത്തെ നമ്മൾ പറയുന്നത്. അപ്പൊ ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും സമ്മിശ്രമായ നേതൃത്വം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 10-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് ആദ്യമായി യമനിൽ നിന്നും ഒരു ആത്മീയ ജ്യോതിസായിട്ടുള്ള ജിഫ്രി കുടുംബത്തിന്റെ വേരുകൾ കേരളത്തിലേക്ക് വരുന്നത്. കോഴിക്കോട് ജിഫ്രി കുടുംബം കോഴിക്കോട് വന്നിറങ്ങിയത് മുതൽ കേരളത്തിന്റെ ആത്മീയമായ കേന്ദ്രം ജിഫ്രി കുടുംബമായിരുന്നു. ജിഫ്രി കുടുംബത്തിനുണ്ടായ അസാധാരണമായിട്ടുള്ള ഒരു നേതൃപാഠവും ചരിത്രത്തിൽ രേഖയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പൊന്നാനിക്കാർ ജിഫ്രി കുടുംബത്തിൽ നിന്നുള്ള ഒരു സന്താനത്തെ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലേക്ക് ഷെയ്ഖ് ഹസൻ ജിഫ്രി എന്ന അന്നത്തെ ഷെയ്ഖ് ജിഫ്രിയുടെ സഹോദരി പുത്രനോ മറ്റുമാണ്, അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നുണ്ട് പൊന്നാനിയിലേക്ക്. അങ്ങനെ ജിഫ്രി കുടുംബത്തിന്റെ ഒരു ശക്തമായ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന്റെ പിന്മുറക്കാരായിട്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ കാണുന്നത്. മമ്പുറം തങ്ങളുടെ മക്കാമിൽ നിങ്ങൾ പോയി നോക്കിയാൽ അനേകം ജിഫ്രി കുടുംബത്തിൽപ്പെട്ട സാദാത്തിന്റെ മക്ബറകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും അതോടൊപ്പം തന്നെ സൂഫികളുടെയും കൂട്ടമായ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതമാണ്. മറ്റൊരു പ്രദേശത്തും ലഭിക്കാതെ പോയ ഒരു അനുസ്യൂതമായിട്ടുള്ള ഒരു തുടർച്ചയാണ് കേരളത്തിൽ ഉണ്ടായത്. ആ തുടർച്ചയെ അങ്ങനെ പാലിച്ചുകൊണ്ടാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. ഇപ്പൊ സമസ്തയുടെ രൂപീകരണത്തിൽ സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആരാണ് മുല്ലക്കോയ തങ്ങൾ? യമനിൽ നിന്നും കടന്നു വന്ന ബാലവി കുടുംബത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മുല്ലക്കോയ തങ്ങൾ.
മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിൽ കാണാം, വരയ്ക്കൽ തങ്ങളുടെ 4ാമത്തെ പിതാമഹനാണ് ആദ്യമായി ബാനവി കുടുംബത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്, ഏതാണ്ട് 400 കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ ബാനവി കുടുംബത്തിലെ ആ സയ്യിദ് കേരളത്തിൽ പുതിയങ്ങാടിയിൽ ആദ്യമായി കോഴിക്കോട് പുതിയങ്ങാടി കടപ്പുറത്ത് കപ്പിലിറങ്ങുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ കൂടെ സഹായിയായി മുഹമ്മദ് എന്നൊരു പണ്ഡിതനുണ്ടായി. ഈ ബാനവി സയ്യിദിന്റെ പരമ്പരയിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത് എങ്കിൽ ആ ബാനവി സയ്യിദിന്റെ കൂടെ സഹായിയായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് എന്ന ആലിമിന്റെ തലമുറയിലാണ് അരനൂറ്റാണ്ടുകാലം സമസ്തക്ക് ദിശ നൽകിയ ബഹുമാന്യരായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജനനം ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ ഒരു നിമിത്തമാണ്, നിയോഗമാണ്. ഈ നാടൊരു മുബാറക്കായ നാടായതുകൊണ്ട്, ഇതൊരു മുവഫഖായ നാടായതുകൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖുള്ള നാടായതുകൊണ്ട് ഈ നാടിന്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹു തആല കനിഞ്ഞു നൽകിയ നേതൃത്വ സുഹൃതങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു രൂപീകരണത്തിന്റെ അതിന്റെ ഒരു തുടർച്ച. അതൊരു പെട്ടെന്നുണ്ടായ രൂപീകരണമല്ല, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സമസ്ത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 926 ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായതുകൊണ്ടാണ്. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്ക് ഒരു നേതൃത്വം ഇല്ലാതെ പോയതിന്റെ ഒരു ശൂന്യതയുണ്ട്. അവിടെ നേതൃത്വം ഉണ്ടാകൽ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരുപാട് കെടുതികൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. കാരണം മലബാർ സമരമുണ്ടായി. ഇപ്പോ ഇവിടെ മുട്ടിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സമരങ്ങൾ, ചെറൂർ സമരം പോലെയുള്ള വലിയ സമരങ്ങൾ ഉണ്ടായി. ആ കാലത്ത് മലബാർ സമരം നടന്നു ധാരാളം മുസ്ലിമീങ്ങൾക്ക്, മാപ്പിളമാർക്ക് വീടുകൾ നഷ്ടമായി, ജീവൻ നഷ്ടമായി, ധാരാളം സ്ത്രീകൾ വിധവകളായി, കുട്ടികൾ അനാഥകളായി, സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നു. ഇങ്ങനെ ഒരു കെടുതി അനുഭവിക്കുന്ന ഒരു കാലം. ആ കാലത്ത് നമ്മൾ ഇവിടെ 3 രീതിയിലുള്ള പണ്ഡിതന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വിഭാഗം പണ്ഡിതന്മാർ അന്ന് ഈ പറയപ്പെട്ട സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ സമരം നടത്തി. ആ സമരം നടത്തിയ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതനാണ് മഹാനായ ആലി മുസ്ലിയാർ. ആ കൂട്ടത്തിൽ മുമ്പന്തിയിലുണ്ടായിരുന്ന ആലിമാണ്. വേറെ ഒരു കൂട്ടർ പണ്ഡിതന്മാരുണ്ടായി. അവര് ഈ നാട്ടിൽ സമരമൊക്കെ ആയപ്പോ സമരങ്ങളൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് നാട് വിട്ടുപോയി. അവർ നാട് വിട്ടുപോയി. അങ്ങനെ നാട് വിട്ടുപോയ ആളുകളാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായി പിന്നീട് അറിയപ്പെട്ട മൗലവിമാർ. അവർ കേരളത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നാട് വിട്ടുപോവുകയായി. മലബാറിൽ ഉണ്ടായിരുന്ന ധാരാളം മൗലവിമാർ സുരക്ഷിതമായ ഒരു സ്ഥലം കൊടുങ്ങല്ലൂർ. അന്ന് തിരുവിതാംകൂറിന്റെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ മലബാറുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത സ്ഥലമാണ്. അങ്ങോട്ടേക്ക് നാട് വിട്ടുപോയി. മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാരുണ്ടായി. ആ പണ്ഡിതന്മാർ സമര പോരാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ട് നിന്നു. അതിലെ പ്രധാനിയാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ സാമ്പത്തികമായി പിറകിൽ, സാമൂഹ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, മുസ്ലിം സമൂഹത്തിന് പരാധീനതകളും പട്ടിണിയും മാത്രമുള്ള ഒരു കാലം. ഈ കാലത്തിനിടയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഈ അവസ്ഥയെ, ഈ ഒരു പരാധീനതയെ മുതലെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ വിശ്വാസപരമായി തെറ്റിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം ഉണ്ടായി. ക്രിസ്ത്യൻ പാതിരിമാർ വന്നിട്ട് മുസ്ലിങ്ങളോട് വന്ന് പറഞ്ഞു, പൈസ തരാം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരണം, നിങ്ങൾക്ക് ഭക്ഷണം നൽകാം, ചികിത്സ നൽകാം, ക്രിസ്ത്യാനിയിലേക്ക് വരണം. ഇന്ന് നിങ്ങൾ മലപ്പുറത്ത് കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്ന് ചുറ്റുപാടം നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ 8 ക്രൈസ്തവ ദേവാലയങ്ങൾ കാണാൻ പറ്റും. 8 ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ. കോട്ടക്കുന്നിന്റെ പരിസരത്ത് മലപ്പുറത്ത് നിങ്ങൾക്ക് മിഷൻ ഹോസ്പിറ്റൽ കാണാം, ക്രൈസ്തവ മിഷൻ ഹോസ്പിറ്റൽ കാണാം. എന്തിനാ? മലപ്പുറം നഗരത്തിന്റെ പരിസരത്ത് ഒരു 8 ക്രൈസ്തവ ദേവാലയത്തിന്റെ കാര്യം. അവിടെ അത്രമാത്രം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? ഇല്ല. മുസ്ലിങ്ങളായ ആളുകളെ, അവർക്ക് ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ക്രൈസ്തവതയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്ത പണിയാണ്. അങ്ങനെ പല കോണുകളിൽ നിന്നും മുസ്ലിമീങ്ങളുടെ ഈ ദൗർബല്യങ്ങളെ, അവരുടെ ഈ പട്ടിണിയെ, അവരുടെ ഈ ദാരിദ്ര്യത്തെ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, നേരത്തെ ഇവിടുന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയ ആളുകൾ, അവർ മലബാറിലേക്ക് വന്നിട്ട് പ്രചരിപ്പിക്കാനും പറയാനും തുടങ്ങി. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളും നിങ്ങൾ പിന്തുടരുന്ന വിശ്വാസങ്ങളും ഒക്കെ തെറ്റായ വിശ്വാസമാണ്.
നിങ്ങളൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളൊക്കെ നരകാവകാശികളാണ്, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ പിതാമഹന്മാരും ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന പണിയാണ് ഒരു വിഭാഗം മൗലവിമാർ ചെയ്തത്. അവർ കേരളത്തിൽ മലബാറിലെ പാവപ്പെട്ട ജനങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ, ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്കിടയിൽ വന്നിട്ട് നിങ്ങളുടെ വിശ്വാസവും ശരിയല്ല എന്ന് പറഞ്ഞ് എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന പണി ചെയ്തപ്പോൾ ആരിമ്യങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ പള്ളികളിൽ ദർസൊക്കെ നടത്തി മഹല്ലൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പിന്നെ അവനവന്റെ ജീവിത കാര്യങ്ങളും ആ പ്രദേശത്തിന്റെ മഹലിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് മുദരിസ്മാരുണ്ടായി. അങ്ങനത്തെ മുദരിസ്മാരായ ആൾക്കാർ അവരെ എല്ലാവരെയും കൂടി സംഘടിച്ചുകൊണ്ട് 1925 ഒരു പണ്ഡിത കൂട്ടായ്മ അനൗദ്യോഗികമായിട്ട് രൂപീകരിക്കുകയുണ്ടായി. അത് പിന്നീട് വികസിപ്പിച്ചു. അങ്ങനെയാണ് 1926 കോഴിക്കോട് വെച്ച് പിന്നെ 1926 ജൂൺ 26 കോഴിക്കോട് വെച്ച് വിപുലമായ മീറ്റിംഗ് കൂടുന്നു. മലബാറിലെ പ്രസിദ്ധരായ ആലിമീങ്ങളൊക്കെ അവിടെയുണ്ട്. ആ യോഗത്തിൽ അന്നത്തെ എല്ലാവരും ആത്മീയ നേതാവായിട്ട് അംഗീകരിക്കുന്ന ഖുതുബുസ്സമാൻ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ അടക്കമുള്ള നേതാക്കന്മാർ അവിടെയുണ്ട്. അന്ന് പുതിയ ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കണമെന്ന ആശയം വന്നപ്പോ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇതൊരു പണ്ഡിത കൂട്ടായ്മയായതുകൊണ്ട് ഇതിന് തലപ്പത്ത് ഒരു സയ്യിദ് വരണം. അങ്ങനെയാണ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നത്. അങ്ങനെ സമസ്തയുടെ ജമീയത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കപ്പെടാൻ എന്തിനു വേണ്ടിയാണ്? അവർക്ക് അതുകൊണ്ട് ലാഭവുമില്ല, ആ ആലിമീങ്ങൾക്ക് അതുകൊണ്ടൊരു ലാഭവും ഉണ്ടാകുന്നില്ല, അവർക്ക് ഭൗതികമായിട്ടൊരു നേട്ടവുമില്ല. മറിച്ച് കേരളത്തിലെ മലബാറിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ അമലുകളെയും കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യത്നത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ രൂപീകരണം ഉണ്ടാവും. ഒരു സംഘടന രൂപീകരിച്ചതിന് കൂടെ ആളുകൾ കൂടുമോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്ന കാലം, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയായിട്ട് കഴിയുന്ന കാലം, അന്നൊരു സംഘടന ഉണ്ടാക്കിയ സംഘടനയുടെ കൂടെ ആളുകൾ വരാനുണ്ടാവോ? ആരുണ്ടാവില്ല. ഒരു സംഘടന രൂപീകരിച്ചത് കൊണ്ട് അതിന്റെ കൂടെ ആളുകളെ കിട്ടൂല. സംഘടന രൂപീകരിച്ചതിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള നേരമൊന്നും ആൾക്കാർക്കില്ല. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെളിപ്പാടത്തെ കാല് കൊളുത്തി പണിയെടുക്കുന്ന കാലം. സംഘടന രൂപീകരിച്ച കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ അടങ്ങിയിരുന്നില്ല. സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു വീട്ടിലിരിക്കല്ലേ ചെയ്തത്. സംഘടന രൂപീകരിച്ചു. പിറ്റത്തെ കൊല്ലം മുതൽ നാട് നീളെ ഇറങ്ങിയിട്ട് ബഹുജന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് താനൂരിലാണ്. 1927 തൊട്ടടുത്ത വർഷം താനൂരിൽ സമസ്തയുടെ 1ാം വാർഷിക സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. ആ സമ്മേളനത്തിൽ അന്ന് താനൂർ ഇസ്ലാമിൽ ഒഴിവ് അറബി കോളേജിന്റെ വാർഷിക സമ്മേളനം നടക്കുന്ന അതേ വേദിയിലാണ് സമസ്തയുടെ സമ്മേളനം നടക്കുന്നത്. രണ്ടാമത്തെ സമ്മേളനം പാലക്കാട് ജില്ലയിലെ മോറൂരിൽ വെച്ചുകൊണ്ട് നടന്നു. 3ാം സമ്മേളനവും 4ാം സമ്മേളനം നടക്കുന്ന മണ്ണാർക്കാടിലാണ്. 3ാം സമ്മേളനവും വല്ലപ്പുഴ പരിസരത്താണ്. അപ്പൊ എവിടെയാണോ ബിദഅകൾ വന്നിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, എവിടെയാണോ വഹാബികൾ വന്നിട്ട് നിങ്ങളുടെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ആ പ്രദേശത്തൊക്കെ പോയി സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കണമെന്ന് പറയാനും നിങ്ങളുടെ ഈമാനും അമലും സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയാൻ വേണ്ടി ആലിമീങ്ങൾ ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി നീ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ 3ാം സമ്മേളനം, 4ാം സമ്മേളനം, 5ാം സമ്മേളനം 1933 ഫറോക്കിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ 6ാം സമ്മേളനം നടക്കുന്നുണ്ട്. 1933 മാർച്ച് മാസത്തിൽ. അതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം 1932 ആയപ്പോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു വഫാത്തായി. പിന്നീട് പാങ്ങിൽ ഉസ്താദാണ് സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. പാങ്ങിൽ ഉസ്താദ് പ്രസിഡന്റ് ആയിട്ടുള്ള 1ാമത്തെ സമ്മേളനം ഫറോക്കിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ഫറോക്കിൽ വെച്ചുകൊണ്ട് സമ്മേളനം നടക്കുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ മുജാഹിദുകളായ ആളുകൾ കേസ് കൊടുത്തു. സമ്മേളനത്തിന് സ്റ്റേ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി കേസ് കൊടുത്തു. സമ്മേളനത്തിനെതിരെ നോട്ടീസ് ഒട്ടിച്ചു. വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സമസ്തയുടെ ജമീയത്തുൽ ഉലമയുടെ 6ാം വാർഷിക സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം ഉണ്ടായത്. പരിശുദ്ധ ഇസ്ലാമിനെ, വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പുതിയ പ്രവാചകനായിട്ട് പരിചയപ്പെടുത്തിയ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി, ആ ഖാദിയാനി കാഫറാണ്, അദ്ദേഹം വെടിപിടച്ചാണ്, അദ്ദേഹം മുസ്ലിം അല്ല എന്ന് ശക്തമായ ഭാഷയിൽ സമസ്തയുടെ തീരുമാനം വരുന്നു. ചരിത്രത്തിലാദ്യമായി, ലോകത്താദ്യമായിട്ട് അങ്ങനെ തീരുമാനം കൊണ്ടുവന്നത് സമസ്തയുടെ ജമീയത്തുൽ ഉലമയാണ്. ഏത് കാലത്തെന്നറിയോ?
ആ സമയത്ത് കാദിയാനികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ബായി ബന്ധമാണ്. വഹാബികളും ബ്രിട്ടീഷുകാരും തമ്മിൽ അടുത്ത ബന്ധമാണ്. 1935 ലണ്ടനിൽ കാദിയാനികളുടെ ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടായി. കാദിയാനികൾക്ക് വേണ്ടി ലണ്ടനിൽ ഒരു പള്ളി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത്, അതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിന്റെ ഉദ്ഘാടനത്തിന്റെ ചിത്രം നിങ്ങൾക്ക് ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അതിൽ ഒരു ഭാഗത്ത് അന്നത്തെ സൗദി അറേബ്യയുടെ ഫൈസൽ രാജാവ്, ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ നേതാവ്, ഒരു ഭാഗത്ത് കാദിയാനികളുടെ നേതാവ്. ഇവർ ഒരുമിച്ചിരുന്ന് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുന്ന സമയത്താണ് ഈ കാദിയാനികൾ കാഫറാണെന്ന ഫത്വ ഇറക്കി ജനങ്ങൾ, ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു മാതൃകയായത് സമസ്ത ജംഇയ്യത്തുൽ ഉലമ 1933. അങ്ങനെ 26 രൂപീകരിച്ച് 950 വരെ നിരന്തരമായി സമ്മേളനങ്ങളാണ്. 26 മുതൽ 950 വരെ 24 വർഷമാണ്. ആ 24 വർഷത്തിനിടയിൽ എത്ര സമ്മേളനങ്ങൾ നടന്നു അറിയും? ഒട്ടനേകം സമ്മേളനങ്ങൾ നടന്നു. ഈ സമ്മേളനങ്ങൾ ബഹുജന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടതോടുകൂടി ജനങ്ങൾക്ക് വിശ്വാസമായി, ഞങ്ങളെ ഏറ്റെടുക്കാൻ ഇവിടെ ഒരു പണ്ഡിത കൂട്ടമുണ്ട് എന്ന് ജനങ്ങൾക്ക് വിശ്വാസമായി. ജനങ്ങൾ പിന്നെ അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി ആലിമീങ്ങളെ സമീപിക്കാൻ തുടങ്ങി. സമസ്ത എന്തു പറയുന്നുവോ എന്ന് നോക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി സമസ്തയുണ്ട് എന്ന ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് 24 കൊല്ലത്തെ അധ്വാനത്തിലൂടെയാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത്. പിന്നെ ഒരു ജനകീയമായ സംഘടനയായിട്ട് വളരുക. ആ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്രമായതിനു ശേഷം അതുവരെ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ തന്നെയാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നത്, ഓത്തുപള്ളികൾ ഉണ്ടായിരുന്നത്. സ്കൂളുകളിൽ തന്നെയാണ് ഓത്തുപള്ളികൾ. അവിടെയാണ് ദീൻ പഠിക്കൽ. ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ ഒരു മതേതര രാജ്യമായി. മതേതര രാജ്യമായി ഇന്ത്യയിൽ ഒരിക്കലും സ്കൂളുകളിൽ വെച്ചുകൊണ്ട് മതം പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റിന്റെ ഓർഡർ വന്നു. ഓർഡർ വന്നപ്പോൾ എന്തു ചെയ്യും? ഇനി പരിഹാരം എന്താ? അതിനുള്ള പരിഹാരമായി 1945 സ്വാതന്ത്ര്യത്തിന്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണക്കടുത്ത് കാര്യവട്ടത്തൊരു സമ്മേളനം നടന്നു സമസ്തയുടെ. ആ സമ്മേളനത്തിൽ വെച്ച് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നമുക്കൊരു വിദ്യാഭ്യാസ സംവിധാനം വേണമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതി അന്വേഷണങ്ങൾ നടത്തുന്നു, പഠിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് 1951 കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒന്നാമത്തെ മദ്രസ ആദ്യമായി വാടക്കുളത്ത് പുതുപ്പറമ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒന്നാമത്തെ മദ്രസ ഉണ്ടാകും. ഒന്നാമത്തെ മദ്രസ അന്ന് തുടങ്ങിയ ഘട്ടമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 951 മദ്രസ ഉണ്ടാക്കുന്ന സമയത്ത് ആ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണമെന്നുള്ള ബോധമൊന്നും നമ്മുടെ നാട്ടുകാർക്കില്ല. അവർക്ക് അങ്ങോട്ട് പതിവ് പോലുമില്ല. അന്നത്തെ പതിവ് എന്താണ്? ഒരു പേരിൽ കുട്ടി ജനിച്ചാൽ ആൺകുട്ടിയാണോ ഇങ്ങനെ വളർന്ന് വലുതായി കുറച്ച് നടക്കാനൊക്കെ തുടങ്ങിയാൽ വാപ്പാന്റെ കൂടെ തോട്ടത്തിലേക്ക് പോകും, പാടത്ത് പോകും, അല്ലെങ്കിൽ കന്നുകാലികളെ നോക്കാൻ പോകും. പെൺകുട്ടികളാണോ ആ പെൺകുട്ടികൾ ഇങ്ങനെ വളർന്ന് വലുതാവുന്നു എന്ന് കണ്ടാൽ ഒരു അടുക്കള പണിയിലേക്കും തിരിയും. ഓർക്കവിടെ പഠിക്കാൻ നേരം. ഒരു ആൺകുട്ടി ഉണ്ടായാൽ വാപ്പാക്ക് ഒരു സമാധാനമാണ്, ജോലിക്ക് സഹായിക്കാൻ ആളുണ്ട് എന്ന്. ഒരു പെൺകുട്ടി ഉണ്ടായാൽ അവിടെ കർഷക വൃത്തിയിൽ സഹായിക്കാൻ ആളുണ്ട് എന്ന് ഉമ്മാക്കൊരു സമാധാനം. ഇവരെ പഠിക്കാൻ വിടാൻ നേരമുണ്ടോ? അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. 1920-കളിൽ കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് എന്ന് പറഞ്ഞാൽ 10% താഴെയാണ്. 10%. 100 സ്ത്രീകളുണ്ടെങ്കിൽ അതിൽ 3 സ്ത്രീകൾക്ക് മാത്രമാണ് എഴുത്തും വായനയും അറിയുള്ളൂ. അങ്ങനെയുള്ള പരാധീനതയുള്ള കാലമാണ്. ആ കാലമൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് പത്രത്തിൽ പരസ്യം കൊടുത്താൽ ആൾക്കാർ പഠിക്കാൻ വരുമോ? പഠിക്കാൻ വരൂല. ജനങ്ങളെ അതിലേക്ക് അടുപ്പിക്കണം, ജനങ്ങളെ അതിലേക്ക് ആകർഷിപ്പിക്കണം. എന്താ ചെയ്യതിന്? നമ്മുടെ ഉസ്താദന്മാരായ ആളുകൾ നാട്ടിലൂടെ ഇറങ്ങി നടന്നു. ഓരോ നാട്ടിലേക്കും പോയി. ആ നാട്ടിൽ അവിടെ താമസിച്ചു. കുടുംബവുമായി വീടുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ദൂരെ ദിക്കിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് താമസിച്ചുകൊണ്ട് അവിടെ ദിവസങ്ങളോട് നിന്ന് വയലു പറഞ്ഞു. ദീൻ പഠിപ്പിക്കുന്നതിന്റെ അനിവാര്യതകൾ പറഞ്ഞു. അവിടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മദ്രസ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ മദ്രസക്ക് വേണ്ട സൗകര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു മദ്രസ ഉണ്ടാക്കുന്നത് വരെ ഈ പറയപ്പെട്ട ഈ ഉസ്താദ് അവിടെ പാഴ് നടന്നു. ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട സി ചൈത്രോസ് ഉസ്താദ് മഹാനവറുകളുടെ അനുഭവം പറയാറുണ്ട്. അദ്ദേഹം ഉസ്താദ് തന്നെ പറഞ്ഞ ഒരു സംഭവമാണ്. എന്താണ്? ഒരിക്കൽ ഒരു സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പൊ കൊണ്ടോട്ടിക്കടുത്ത് ഒമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ
മദ്രസ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു യോഗം വിളിക്കുന്നതിലേക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട് അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കൊണ്ടോട്ടിയിൽ നിന്ന് ഒമാനിലേക്ക് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും നടന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ അങ്ങനത്തെ ഒരു മീറ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. നേരെ തിരിച്ചിങ്ങോട്ടും നടന്നു. ഈ 18-15 കിലോമീറ്റർ നടന്നു. ആ നടന്നതിന് വല്ല രേഖയുണ്ട്, വല്ല തെളിവുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും ആ പണിയുടെ ഒരു നതീജ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാർ. ബഹുമാനപ്പെട്ട CH ഉസ്താദ് നമ്പർ അല്ലാഹു വർത്തദ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ അവിടേക്ക് വരും, നിങ്ങൾ പള്ളിയിലും മദ്രസയിലുമായി ആളുകൾ ഒരുമിച്ച് കൂട്ടണം, നമുക്ക് ഒരുമിച്ച് കൂട്ടി ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വഴങ്ങിനെ ആളെയും കൂട്ടി ചെന്ന് നോക്കിയാൽ ആ നാട്ടുകാർ വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ ഉസ്താദുമാരാണ് നാട്ടിൽ പോയി എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, നമുക്ക് മദ്രസ ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. അങ്ങനെ ഓടി നടന്ന് ജനങ്ങൾക്കിടയിലൂടെ നിന്നിട്ട് മദ്രസ ഉണ്ടാക്കുക. ഇപ്പൊ എന്റെ നാട്ടില് മദ്രസ ഉണ്ടാക്കിയ ചരിത്രം എന്റെ ഉപ്പയും മറ്റൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാളവണ്ടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോകും. എന്നിട്ട് കാളവണ്ടിയാണെന്നുള്ളത്. ആ കാളവണ്ടിയിലെ കാളകൾക്ക് പകരം ഈ വല്യപ്പന്മാര് കാളകൾക്ക് പകരം അവർ നിൽക്കും. എന്നിട്ട് പൊട്ടുകല്ലുകൾ കാളവണ്ടിയിൽ കയറ്റി വെച്ചിട്ട് വല്യപ്പാർ വലിച്ചുകൊണ്ടുപോകും. കുപ്പായിടാത്ത വല്യപ്പന്മാർ വലിച്ചു കൊണ്ടുപോയിട്ട് ആ കല്ലുകൾ മണ്ണ് കുടച്ച് തേമ്പി ഉണ്ടാക്കിയിട്ടാണ് നാട്ടിലെ മദ്രസ ഉണ്ടാക്കിയത്. കഷ്ടപ്പാടുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ബുദ്ധിമുട്ടുകൾ വന്നത് ഒരു സൗകര്യങ്ങളില്ലല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയാണ്. ചരിത്രത്തിൽ കാണാം 951 മുതൽ 60 വരെ ചുരുങ്ങിയ മദ്രസകൾ മാത്രമാണ് സമസ്തക്കുണ്ടായത്. സമസ്തക്ക് മദ്രസ ഉണ്ടാക്കണമെന്ന് സമസ്തയുടെ ഒരു മദ്രസ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആഗ്രഹിച്ചാൽ അവർക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസുണ്ടോ? ഒരു ഓഫീസും ഇല്ല. അത് പുതുപ്പറമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിലേക്കാണ് അതിനു വേണ്ട കത്തുകൾ, അപേക്ഷകൾ വരിക. അബ്ദുൽ ബാരി ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് പരപ്പനങ്ങാടി ബയാനിയ ബുക്ക് സ്റ്റാളിന്റെ മുമ്പിൽ ഇതുപോലെ ഒരു മേശ വിരിച്ചിട്ട് 2 ആൾക്കാർ ഇരിക്കും. അതാണ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ്. പരപ്പനങ്ങാടി ബയാനിയ ബുക്ക് സ്റ്റാളിന്റെ മുമ്പിലുള്ള ആ ഒരു മേശ. അവിടെ നിന്നാണ് പിന്നെ കേരളത്തിൽ ഓരോ നാടുകളിലേക്കും ജനങ്ങൾക്ക് മാതൃകായോഗ്യമാകുന്ന വിധത്തിൽ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനം വികസിക്കുന്നത്. ഇപ്പൊ എന്റെ നാടിനടുത്തുള്ള ഒരു പ്രദേശത്ത് മദ്രസ ഉണ്ടാക്കിയ കഥ എന്റെ വല്യപ്പ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു നാട്ടിൽ മദ്രസയുണ്ട്, അപ്പൊ മറ്റൊരു നാട്ടിൽ പോയി മദ്രസ ഉണ്ടാക്കണം. അതിനെന്താ ചെയ്തതെന്ന് അറിയോ? നിങ്ങൾ കാണുന്നത് നമ്മുടെ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നബിദിനാഘോഷങ്ങളുണ്ട് അല്ലെ? മദ്രസ കേന്ദ്രീകരിച്ചുകൊണ്ട് നബിദിനാഘോഷം വന്നത് എന്തിനാണ്? കുട്ടികൾ പഠിക്കുന്നതിന്റെ റിസൾട്ടുകൾ, കുട്ടികൾ പഠിച്ചിട്ട് അവർക്ക് പാട്ടുപാടാനും ബൈത്തുകൾ ചെല്ലാനും പ്രസംഗിക്കാനും ഓതാനും സംസാരിക്കാനും ഒക്കെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നബിദിന യോഗം നടക്കുന്ന യോഗത്തിലേക്ക് മറ്റൊരു മദ്രസയിൽ പഠിച്ച കുട്ടിയെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. ചെറിയ കുട്ടി പോയിട്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരോട് ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ ഇതുപോലത്തെ കുട്ടികൾ ഉണ്ടാവണോ? നാളെ മുതൽ മദ്രസ ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ഈ കുട്ടിയുടെ പ്രസംഗം തന്നെയാണ് അവിടെ മദ്രസ ഉണ്ടാക്കിയത്. അങ്ങനെ ആളുകളെ പ്രേരിപ്പിച്ചു മദ്രസ ഉണ്ടാക്കി. അങ്ങനെ ഏതുവരെ എത്തി? ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ 5 വയസ്സായി കഴിഞ്ഞാൽ മദ്രസയിൽ ചേർക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യമായി നമ്മുടെ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ എത്തിച്ചു. അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അത് ഘട്ടമായ പരിശ്രമത്തിലൂടെ ഉണ്ടായതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ, 15 വയസ്സ് വരെയുള്ള 12 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ സമസ്തയുടെ കീഴിൽ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മദ്രസയുണ്ട്? 11,000-ൽ പരം വരുന്ന മദ്രസകൾ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്രയാണ്? 90 ലക്ഷം. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്രയാണ്? 3 കോടി. 3 കോടിയിലധികം വരുന്ന കേരളത്തിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്ക് വേണ്ടി ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ എത്രയെന്നറിയോ? 14,000 സ്കൂളുകൾ. 14,000 സ്കൂളുകൾ. എത്ര ആളുകൾക്ക്? 3 കോടി ജനങ്ങൾക്ക്. അത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നത് 7,000-ഓളം സ്കൂളുകൾ മാത്രമേ വരുള്ളൂ. എന്നാൽ അതിന്റെ 1/3 കുറവുള്ള മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രം സമസ്ത നടത്തുന്നതോ 11,000 മദ്രസകൾ അല്ലേ? നമ്മുടെ ഒരു പഞ്ചായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഒരു LP സ്കൂൾ ഉണ്ടാവുള്ളൂ, ഒരു LP സ്കൂൾ. എന്നാൽ ആ LP സ്കൂൾ നിലകൊള്ളുന്ന പഞ്ചായത്തിൽ എത്ര മദ്രസ ഉണ്ടാവും? ആ മദ്രസകൾ ഗവൺമെന്റ് സഹായത്തോടെ ഉണ്ടാക്കിയതാണോ എന്ന് പറഞ്ഞാൽ
നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് നാട്ടിലെ മുഴുവൻ പൊതുവിദ്യാഭ്യാസ മേഖലയിലും നിർബന്ധിതമായ വിദ്യാഭ്യാസം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 15 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും മതവിദ്യാഭ്യാസത്തിന്റെ വഴി സാധ്യമാക്കി കൊടുത്തു ജനകീയമായ പ്രാഥമിക വിദ്യാഭ്യാസം. അതൊരു അത്ഭുതമാണ് ലോകത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് നമ്മൾ പോയി നോക്കിയാൽ ആ ഇസ്ലാമിക രാജ്യത്ത് ഗവൺമെന്റിന് പറയാൻ കഴിയില്ല ഈ നാട്ടിലെ 15 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ദീന് പഠിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് എന്ന് ഒരാൾക്കും അവകാശവാദം പറയാൻ കഴിയില്ല. അറബ് രാജ്യത്ത് നമ്മൾ പോയി നോക്കിയാൽ രാവിലെ 6:30 മണിക്ക് ബാഗ് തൂക്കിയിട്ട് കുട്ടികൾ പോകും. ഇവിടുക്ക മദ്രസയ്ക്കല്ല, സ്കൂളിലേക്കാ. ദീന് പഠിക്കണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമുള്ളത് പോലെ പഠിച്ചോട്ടെ, അങ്ങനെയാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് സമസ്ത നൽകിയ സമ്മാനമാണ് ജനകീയമായ മതവിദ്യാഭ്യാസം, പ്രാഥമിക മതവിദ്യാഭ്യാസം. ലോകത്തെങ്ങാനും അത്തരമൊരു വിസ്മയമായ വിദ്യാഭ്യാസത്തിന്റെ നോബൽ സമ്മാനം നൽകാൻ ഒരു സംഘടനയ്ക്ക് വിദ്യാഭ്യാസത്തിന് നോബൽ സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത് സംസ്ഥകൾ ജമിയത്തുൽ ഉലമക്ക് മാത്രമാണ്. ആകാശത്തിന്റെ കീഴെ ഇതുപോലെ ഒരു സംവിധാനം, മദ്രസ വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തെവിടെയുണ്ട് നിങ്ങൾ പറയും? സമസ്തക്ക് സാധ്യമാണ്. അതെങ്ങനെ? മദ്രസ ഉണ്ടാക്കിയതിന് കഴിയില്ലല്ലോ. ഇനി കഴിയും? ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയിട്ട് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ വിദ്യാഭ്യാസത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ കർണാടകയിൽ ഒരിക്കൽ പോയപ്പോ അവിടെ സിർസി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പോയി. അപ്പൊ അവിടെ മുസ്ലിങ്ങൾ തിങ്ങി പാർക്കണ സ്ഥലമാണ്. അപ്പൊ അവിടെ സമസ്തയുടെ മദ്രസ ഉണ്ട്, ഷാഫി മദ്രസ. അപ്പൊ ആ മദ്രസയിൽ ഉസ്താദ് പറയാണ്, ഈ നാട്ടിൽ എത്ര മദ്രസകൾ ഉണ്ടാക്കാനോ സമ്പന്നന്മാരായ ആളുകൾ റെഡിയാണ്, എത്ര ശമ്പളം കൊടുക്കാനോ റെഡിയാണ്, പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ അധ്യാപകരും ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഉണ്ടാക്കിയ മദ്രസയിലേക്ക് വരാൻ കുട്ടികളില്ല. ഉണ്ടാക്കിയ മദ്രസയിലേക്ക് എന്റെ കുട്ടിയെ പറഞ്ഞേക്കണമെന്നൊരു മനസ്സ് വേണ്ട, ഒരു മനോഭാവം. ആ മനോഭാവം കാശ് കൊടുത്ത് കിട്ടും. ഉണ്ടാക്കി എന്റെ നാട്ടിലുള്ള മദ്രസയിലേക്ക് 5 വയസ്സായാൽ എന്റെ കുട്ടിയെ പറഞ്ഞേക്കണം, 7ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കണമെന്ന മനോഭാവം ആളുകൾക്ക് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. മനോഭാവം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അത് ക്രമേണ ജനങ്ങളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാണ്. ലോകത്തെവിടെയും ഇനി പുതിയ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു മനോഭാവത്തെ നിർമ്മിക്കാൻ കഴിയില്ല. അത് നിർമ്മിക്കണമെങ്കിൽ 970 മുമ്പ് നിർമ്മിക്കണമായിരുന്നു. ഇനി കഴിയില്ല. ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മനോഭാവത്തിന്റെ നിർമ്മിതിയെ ഉണ്ടാക്കിയെടുത്ത് ജനങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എത്ര കണ്ട് ഗൗരവമാണോ അതുപോലെ മദ്രസ വിദ്യാഭ്യാസവും ഗൗരവമാണ് എന്ന ഒരു മനോഭാവത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ സാധ്യമായത് ഉലമാ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള ആലിമീങ്ങളായതുകൊണ്ടാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയപ്പോഴല്ല സമസ്തയുടെ ഉലമാ നടത്തിയത്. പ്രതിസന്ധികൾ മാത്രം മുന്നിലുള്ള സമയത്താണ്. അന്ന് സമസ്തയുടെ പാരമ്പര്യ ഉലമാക്കൾക്ക് ഇവിടെ ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും വിജയികൾക്ക് അവിടെ ഉണ്ടായി. വഹാബികളായ ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായത്. വഹാബികളുടെ നേതൃത്വത്തിൽ അവർ കൊടുങ്ങല്ലൂർ തമ്പടിക്കുന്ന കാലത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾക്ക് അന്നത്തെ അവിടുത്തെ ഗവൺമെന്റ്, തിരുവിതാംകൂർ രാജാവിന്റെ ഗവൺമെന്റ് അന്ന് ക്രൈസ്തവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും അവർക്ക് ദാനമായിട്ട് ഇഷ്ടംപോലെ ഭൂമി കൊടുത്തിരുന്നു. ക്രൈസ്തവ സമുദായത്തിന് കൊടുത്ത ഭൂമിയിലാണ് ഇന്നത്തെ ആലുവ UC കോളേജ് നിൽക്കുന്നത്. മുസ്ലിം സമുദായത്തിന് ഭൂമി കൊടുത്തു. വക്കം മൗലവിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് കൊടുത്തത്. അവരത് മുനിസിപ്പാലിറ്റിക്ക് കക്കൂസ് ഉണ്ടാക്കാൻ കൊടുത്തു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയില്ല. ഓർക്ക് ബുദ്ധിയുണ്ട്, ഒരു വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. ബ്രിട്ടീഷുകാർക്ക് അവരെ ഇഷ്ടമാണ്. ബ്രിട്ടീഷുകാർക്ക് ഈ വഹാബികളെ ഇഷ്ടമാണ്. അവർ ഇംഗ്ലീഷ് ഭാഷയും മറ്റും അറിയുന്നവരാണ്, അഭ്യസ്ത വിദ്യരാണ്, സമ്പന്നരായ ധാരാളം ആളുകളും ഓരോ കൂടെയുണ്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ വലിയ ബുദ്ധിജീവികളായ ആളുകൾക്ക് എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ 923 മുതൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. 951 സമസ്ത മദ്രസ വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ തുടങ്ങുന്നത് വരെ കേരളത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു പറയപ്പെടുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടാക്കാൻ പറ്റിയോ? നല്ല ബുദ്ധിയും വിവേകവും ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് സമർപ്പണ മനോഭാവം വേണം, തൗഫീഖ് വേണം. ഇനി ആക്കെ പോട്ടെ, വലിയ ബുദ്ധിശാലികളും അഭ്യസ്തരുമാണ് എന്ന് കരുതപ്പെടുന്ന ആളുകളല്ലേ അവര്.
കഴിഞ്ഞ 35 കൊല്ലങ്ങൾക്കിടയിൽ സമസ്തയുടെ കീഴിൽ എത്ര സ്ഥാപനങ്ങളാണ് വന്നത്? എത്ര സ്ഥാപനങ്ങൾ? ദർസുകളായി, അറബി കോളേജുകളായി, മറ്റു സമസ്തയുടെ വ്യത്യസ്ത വിദ്യാഭ്യാസ പദ്ധതികളായി ഒരുപാട് സംവിധാനങ്ങൾ വന്നില്ലേ? എന്നാൽ കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ മുജാഹിദിന് എത്ര സ്ഥാപനം ഉണ്ടായി? ജമാഅത്തിന് എത്ര സ്ഥാപനം ഉണ്ടായി? നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഇപ്പൊ ഞാൻ എന്നെ നോക്കിയിട്ടുണ്ട്. എന്റെ വീടിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം 8 അറബി കോളേജുകളുണ്ട്. 8 അറബി കോളേജ് സമസ്തയുടെ. ഒരു കോളേജിൽ 200 കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു കോളേജ് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മാസം 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ചെലവാ. ഒരു കൊല്ലം അങ്ങനെ ഒരു 200 കുട്ടികളുടെ അറബി കോളേജിൽ നടന്നു പോകണമെങ്കിൽ ഒരു 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചെലവാണെന്ന്. അങ്ങനെയുള്ള 8 കോളേജുകൾ 20 കിലോമീറ്റർ ചുറ്റളവിൽ എന്റെ നാടിന്റെ പരിസരത്തുണ്ട്. ആരാ? ഗവൺമെന്റ് നടത്തുന്നതാണോ? നാട്ടുകാർ, അവിടെ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, നാട്ടുകാർ അതിന് സഹായം കൊടുക്കുന്നു. എന്താ ഇത് മുജാഹിദുകൾക്ക് നടക്കാതെ പോയത്? നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു പ്രധാന സ്ഥാപനത്തിലേക്ക് മുജാഹിദ് വിഭാഗത്തിന്റെ ചില നേതാക്കന്മാർ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളെ 8 കൊല്ലവും 10 കൊല്ലമൊക്കെ ദീൻ പഠിക്കാൻ കിട്ടുന്നത്? ഞങ്ങൾക്ക് 4 കൊല്ലത്തിന്റെ കോഴ്സ് കൊടുത്തിട്ട് പോലും കുട്ടികൾ പഠിക്കാൻ കിട്ടുന്നില്ല. 4 കൊല്ലത്തിന്റെ കോഴ്സ് കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നത്. ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും ഇതുപോലെ 8ഉം 10ഉം കൊല്ലം ദീനി ഇൽമുകൾ മാത്രം പഠിക്കാൻ വേണ്ടി സന്നദ്ധരായ ഒരു മുജാഹിദ് വിഭാഗത്തിന്റെ സ്ഥാപനത്തെ കാണാൻ കഴിയും? വിരലിൽ എണ്ണാവുന്ന സ്ഥാപനം. ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര കാലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? അവിടെയും ഇവിടെയും 1-2 സ്ഥാപനങ്ങൾ, അതിനപ്പുറത്ത് അവർക്കില്ലല്ലോ. എന്നാൽ സമസ്തയുടെയോ? കേരളത്തിലെ സമസ്തയുടെ ദർസ് അറബി കോളേജുകളിൽ മാത്രമായി 25,000-ഓളം വരുന്ന നിങ്ങളെ പോലെയുള്ള മുത്താലിമുകൾ പഠിക്കുന്നുണ്ട് ഉപരിപഠനത്തിനു വേണ്ടി. 25,000-ഓളം വരുന്ന മുത്താലിമുകൾ. ഓരോ കൊല്ലവും ഏറ്റവും ചുരുങ്ങിയത് 1,500-ഓളം വരുന്ന പണ്ഡിതന്മാരായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് കേരളത്തിൽ സമസ്തയുടെ കീഴിൽ. ഇതൊരു മനോഭാവത്തിന്റെ നിർമ്മിതിയാണ്. ആ മനോഭാവത്തിലൂടെ ഉണ്ടാക്കിയത് ഗവൺമെന്റ് അല്ല. അത് പണം കൊണ്ട് കിട്ടൂല, അത് അധികാരം കൊണ്ട് കിട്ടൂല, അത് ഭൗതിക സൗകര്യങ്ങളെ കൊണ്ട് കിട്ടൂല. ആ മനോഭാവത്തിന്റെ നിർമ്മിതിയെ സമൂഹത്തിലൂടെ വേരുറപ്പിക്കണമെങ്കിൽ ഉലമാ, പണ്ഡിതന്മാർ അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് ദായികളായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതാണ് സമസ്ത ചെയ്തത്. ഒരു കാലത്ത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണകളും വഹാബികൾക്ക് ഉണ്ടായിരുന്നു. 1855 അന്നത്തെ മലബാറിന്റെ മജിസ്ട്രേറ്റ് ആയിരുന്ന ടി ക്ലർക്ക് അന്ന് ഗവൺമെന്റിന് സെക്രട്ടറി കൊടുക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നു, മലബാറിലെ മുസ്ലിമീങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മമ്പുറത്തെ തറമ്മൽ ജാറത്തിലേക്കാണ് അവർ പോകാറുള്ളത്. അതുകൊണ്ട് ആ ജാറം പൊളിക്കണം, അവിടുത്തെ ജനം നീക്കം ചെയ്യണം. അവർ ആ ജാറത്തിൽ പോയാൽ അവർ കൂടുതൽ ആവേശം കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് പൊളിച്ചു മാറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാറം പൊളിക്കൽ ആരുടെ ആവശ്യമാണ്? ബ്രിട്ടീഷുകാരുടെ. ആ ബ്രിട്ടീഷുകാരുടെ ആവശ്യത്തെ ഇഷ്ടപ്പെടുന്ന വിഭാഗം മുസ്ലിങ്ങളിൽ നിന്ന് ആരാണ്? വഹാബികളാണ്, വിജയികളല്ലേ. അതുകൊണ്ടാണ് മലബാർ സമരം കഴിഞ്ഞു. മലബാർ സമരത്തിൽ ആലി മുസ്ലിയാരും സംഘവും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സംഘവും മലബാർ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പാണ്ടിക്കാട് നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് മങ്കൂസ് മൗലൂദ് ഓതിയിട്ടാണ് അവർ പുറത്തിറങ്ങിയത് എന്ന് വാര്യംകുന്നത്തിന്റെ ചരിത്രത്തിലില്ലേ? ഇങ്ങനെ ആവേശം കൊള്ളുന്ന മലബാറിലെ സമര പോരാളികളുടെ വീര്യം കെടുത്താൻ ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? മലപ്പുറത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങി. ട്രെയിനിങ് കോളേജ് എന്താണ്? മലബാറിലെ ഓത്തുപള്ളികളിൽ, മലപ്പുറത്തെ ഓത്തുപള്ളികളിലൊക്കെ ഓത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന മൊല്ലാക്കമാർക്ക് ഒരു ട്രെയിനിങ്. എന്താ ലക്ഷ്യം? ശരിയായ മതം പഠിപ്പിക്കുക. അപ്പൊ സുന്നികളായ മൊല്ലാക്കമാരെ വിളിച്ചു വരുത്തിയിട്ട് ശരിയായ മതം ആരാ പഠിപ്പിക്കുന്നത്? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ പഠിപ്പിക്കുന്ന ശരിയായ മതം എന്തായിരിക്കും? ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതം, ഒരു പുരോഗമന മതം, അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടി മൊല്ലാക്കമാരെ വിളിച്ചു വരുത്തി. ആ വിളിച്ചു വരുത്തിയ ട്രെയിനിങ് ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമിച്ചത് ആരെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായിരുന്ന CN അഹമ്മദ് മൗലവി, പുളിക്കൽ അഹമ്മദ് മൗലവി. CN അഹമ്മദ് മൗലവി തന്നെ എഴുതിയതാണ്. മഹത്തായ മാപ്പിള പാരമ്പര്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെയും പുളിക്കൽ അഹമ്മദ് മൗലവിയുമാണ് ക്ഷണിച്ചത്, ഞങ്ങൾ രണ്ടുപേരാണ് ട്രെയിനിങ് നടത്തിയത്. നിങ്ങൾ നോക്കൂ, ഗവൺമെന്റിന്റെ ചെലവിൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പോലെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ദീന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തെരഞ്ഞെടുത്തത് വഹാബികളെയാണ്. അത്ര സൗകര്യം അവർക്കുണ്ടായിരുന്നു. അവർ അഭ്യസ്ത വിദ്യരായിരുന്നു, അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. എന്നാൽ ലോകം തിരിയാത്ത
പള്ളിമൂലയിൽ ഒതുങ്ങിക്കൂടുന്നവരെന്ന് പറയുന്ന പരിഹസിക്കപ്പെട്ടിരുന്ന ആളുകളാണ് നമ്മുടെ ആലിമീങ്ങളായ ഉസ്താദുമാർ. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പഠിക്കാൻ മദ്രസ ഉണ്ടാക്കാൻ ആര് തന്നെ വേണ്ടി വന്നു? ഈ പള്ളിമൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒന്നും അറിയാത്ത ഉസ്താദുമാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ വേണ്ടി വന്നു. അതൊരു തൗഫീഖാണ്, മറ്റുള്ളവർക്ക് സാധ്യമാകാതെ പോയ കാര്യമാണ്. അപ്പൊ വഹാബിസത്തിന്റെ വിദേഹത്തിന്റെ കടന്നുകയറ്റം ഉണ്ടായ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിരോധമാണ്. ആദ്യം ബഹുജനമായ സമ്മേളനങ്ങൾ നടത്തി. രണ്ടാം ഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ നിരവധി മുൻഗണനാക്രമങ്ങൾ ഉണ്ടായി. സമസ്തയുടെ മുൻഗണനാക്രമം, അതായത് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയല്ല ചെയ്തത്. ആദ്യം പ്രാഥമിക വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചു. അതിനുശേഷം പിന്നെ അറബി കോളേജുകൾ, ദർസുകൾ, പിന്നെ ഉപരിപഠന കലാലയങ്ങൾ, പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസ പദ്ധതികൾ, പിന്നീട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതികൾ. കണ്ടോ, ഘട്ടം ഘട്ടമായി സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതികളുടെ മുൻഗണനാക്രമത്തെ നിശ്ചയിക്കാൻ സമസ്തയ്ക്ക് സാധ്യമായതുകൊണ്ടാണ് മറ്റെവിടെയും കാണാത്ത ഒരു പ്രത്യേകത കേരളത്തിൽ സാധ്യമായത്. ഉലമാ കേന്ദ്രീകൃതമാണ് കേരളത്തിലെ ജനങ്ങൾ. ഉലമാ കേന്ദ്രീകൃതം. ഉലമാക്കളുടെ ചുറ്റും കൂടി നിന്ന് അവർ കാണിക്കുന്ന ദിശയനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുക എന്ന രീതിയാണ് ഉണ്ടായത്. ആ ഉലമാക്കളാണ് ഇതിന്റെ ബ്രെയിൻ ഉലമാക്കളാണ്, ഇതിന്റെ മസ്തിഷ്കം ഉലമാക്കളാണ്. ആ ഉലമാക്കൾ കാണിക്കുന്ന വഴിയെ ജനങ്ങൾക്ക് ആത്മീയമായ വഴികൾ കാണിച്ചു കൊടുക്കാൻ ഇവിടെ സയ്യിദന്മാരുണ്ടായി, സൂഫികൾ ഉണ്ടായി. സമസ്തയുടെ ജംഇയ്യത്തുൽ-ഉലമയുടെ താളിൽ ഒപ്പിച്ചുകൊണ്ട് അവർ സമസ്തയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് അവർ കൂടി നിലകൊണ്ടപ്പോൾ നമുക്കിവിടെ വലിയ മുന്നേറ്റങ്ങൾ സാധ്യമായി. അത് ചെറിയ കാര്യമല്ല. ഈ നിങ്ങൾ നോക്കൂ, ഓരോ ഘട്ടങ്ങൾ എടുത്ത് നോക്കിയാൽ ഇപ്പൊ കേരളത്തിൽ നമ്മൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുടെ പ്രസംഗത്തിൽ 70ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഗവൺമെന്റ് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം, എന്നിട്ട് പറയാൻ, ഈ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകൽ എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിന് നിങ്ങൾ സഹായിക്കണം. അത് വല്ലാത്തൊരു വർത്താനം. ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗഹൃദത്തിലല്ലേ? ഇവിടെ ബഹുസ്വരതയിൽ സൗഹൃദങ്ങൾ ഉണ്ടാകണം. ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല, സൗഹൃദങ്ങൾ ഉണ്ടാകണം. അത് പാരമ്പര്യ സുന്നികൾക്ക് മാത്രമേ ഈ നാട്ടിൽ സൗഹൃദത്തിന്റെ വർത്താനം പറയാൻ കഴിയുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലുള്ള ഓരോ വിജയി കക്ഷികളെ നിങ്ങൾ എടുത്തു നോക്കൂ. ആ വിജയി കക്ഷികളൊക്കെ രാജ്യത്തിന് ദ്രോഹം ചെയ്തവരാണ് പല ഘട്ടങ്ങളിലും. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ അംഗീകരിച്ചാൽ ശിർക്കായി പോകും എന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കലഹമുണ്ടാക്കിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞു, കോടതിയിൽ ജോലിയെടുക്കൽ ശിർക്കാണെന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതാണ് ജമാഅത്തെ ഇസ്ലാം. ഇവിടുത്തെ വഹാബികൾ ഈ കേരളത്തിൽ നിന്ന് 500-ൽ പരം വരുന്ന ചെറുപ്പക്കാർ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്ക് 500-ൽ പരം വരുന്ന ചെറുപ്പക്കാരികളുമായ ആളുകൾ അതിൽ തീവ്രവാദത്തിന്റെ ഭാഗമായി പ്രവേശനം നേടിയിട്ടുണ്ട്. നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ചു നോക്കും, അവരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിലെ തീവ്ര സലഫികളായ ആളുകളാണ് ആ കൂട്ടത്തിലേക്ക് പോയത്. ഓരോ വിഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും അവരൊക്കെ അത്തരം വിദഅി കക്ഷികളൊക്കെയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായവരാണ്. വഹാബി ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ കടന്നു വരുന്നവരാണ് NDF പോലെയുള്ള സംഘടനകൾ. വഹാബിസത്തിന്റെ അതേ ആദർശമാണ് അവർ വെച്ചു പുലർത്തിയത്. അവരുടെ പ്രത്യേകത എന്താണ്? ഈ നാട്ടിലെ അമുസ്ലിങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ തകർക്കുക, ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭംഗിയെ തകർക്കുക. അവരല്ലേ മുസ്ലിങ്ങളെ കുറിച്ച് തീവ്രവാദികൾ എന്ന മനോഭാവത്തെ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിയതവരല്ലേ? ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാനാണെങ്കിൽ, ഇപ്പോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ ഒരു അധ്യാപകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി. കേരളത്തിന്റെ അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ ഭരണകൂടം, അയാൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അധികാരികൾ, കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങൾ, മാധ്യമപ്രവർത്തകർ എല്ലാവരും അതിനെ എതിർത്തു. ഒരാളും അതിനെ അംഗീകരിച്ചില്ല. അയാൾ ഒറ്റപ്പെടുത്തപ്പെട്ടു. അയാൾ ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണോ എന്നറിയില്ല, പക്ഷെ ക്രൈസ്തവ കുടുംബത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സഭയുടെ ആളുകൾ പോലും എതിർത്തു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. മുസ്ലിം സമൂഹത്തിനോട് ഒരു സിമ്പതി ഉണ്ടായി അവിടെ. എല്ലാവരും ഈ മനുഷ്യന്റെ പണിയെ എതിർത്തു. അത് തെറ്റാണ് എന്നെല്ലാവരും അംഗീകരിച്ചിരുന്നു.
അതിനിടയിലാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, പകുതിയില്ലാത്ത ആളുകൾ പോയി ആ മനുഷ്യർ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി തടഞ്ഞു നിർത്തി നിയമം കയ്യിലെടുത്ത് റോട്ടിൽ വെച്ചിട്ട് അയാളെ കൈവെട്ടിക്കണം. അതോട് എന്ത് സംഭവിച്ചു? ആളുകൾ മുഴുവൻ മുസ്ലിമുകൾക്കെതിരായി. ഇല്ലേ? ഈ നാട്ടിലെ മീഡിയകൾ, ഗവൺമെന്റ്, പോലീസുകാർ ഒക്കെ മുസ്ലിങ്ങളെ ഒരു തീവ്രവാദികളായി നോക്കിക്കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. ഇത്ര അപകടമാണ്. അവിവേകത്തോടു കൂടിയുള്ള സമീപനങ്ങൾ എടുത്തു. അവിടെയാണ് സംസ്ഥയുടെ ജമിയത്തുലമയുടെ തീരുമാനം. സമസ്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ 70ാം വാർഷിക സമ്മേളനത്തിൽ പറയുന്നുണ്ട്, പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഗവൺമെന്റിന് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, നാട് ഭരിക്കുന്ന ഗവൺമെന്റ്, അവർ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നവരാണ്. ആ ഗവൺമെന്റിനു വേണ്ടി അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ഭരണകൂടങ്ങളോട് സഹകരിച്ചു പോകുന്നവരാണ്. ഭരണകൂടങ്ങളോട് സഹകരിച്ചു പോകുന്നവർക്കല്ലേ ഈ നാട്ടിന്റെ നന്മയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അവർ ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ മറ്റു ഏത് വിഭാഗങ്ങൾ എടുത്തു നോക്കിയാലും അവരൊക്കെയും ഈ നാട്ടിൽ കലാപത്തിന്റെ, കലഹത്തിന്റെ, രാഷ്ട്രവിരുദ്ധമായ സമീപനങ്ങൾ നടത്തിയപ്പോ ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ അധ്വാനിക്കുന്ന വിഭാഗമാണ് സംസ്ഥാന ജമിയത്തുൽ. ഇവിടെ ഗവൺമെന്റിന് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് രാജ്യവിരുദ്ധമായ ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ അവർക്ക് ഒരൊറ്റ ആഹ്വാനം നടത്തിയാൽ മതി. നാട്ടുകാരെ, നിങ്ങളൊക്കെ സമസ്തക്കാരാകുക എന്ന് പറഞ്ഞാൽ മതി. ധൈര്യമാണ്. എത്ര കൊല്ലമായി സമസ്തയുടെ ഈ വിദ്യാഭ്യാസ 75 കൊല്ലമായി, പിന്നെ സമസ്തയുടെ 73 കൊല്ലമായി സമസ്തയുടെ മദ്രസ സ്ഥാപനം തുടങ്ങിയിട്ട്. ആ മദ്രസയിൽ സ്വന്തം രാജ്യത്തോട് സ്നേഹമുണ്ടാകൽ ശരിയായ മുസ്ലിമിന്റെ അടയാളമാണ് എന്ന് പഠിപ്പിക്കുന്നു എന്നല്ലാതെ ഈ കാലങ്ങൾക്കിടയിൽ പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഈ നാടിന് വിരുദ്ധമായ എന്തെങ്കിലും പരാമർശങ്ങളോ പാഠങ്ങളോ അധ്യാപനങ്ങളോ ഉണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ നോക്കൂ, സമസ്തയെ പോലെ ഒരു രാഷ്ട്ര സേവനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഘടന വേറെ കാണാൻ കഴിയില്ല. ഒരു കൊല്ലം സമസ്തയുടെ ഏത് സംഘടനയുടെ കലണ്ടർ എടുത്ത് നോക്കിയാൽ ജനുവരി മുതൽ തുടങ്ങും. ജനുവരി 26-ന് SBBയുടെ ബാലജാലിക, പിന്നെ SKSFന്റെ മനുഷ്യജാലിക, ഓഗസ്റ്റ് 15-ന് രാഷ്ട്ര പിന്നെ ഫ്രീഡം രാഷ്ട്രരക്ഷാ സംഗമങ്ങൾ SYSന്റെ, ഫ്രീഡം സ്ക്വയറുകൾ SKSSFന്റെ. ഏത് സമ്മേളനങ്ങൾ നടത്തിയാലും ആ സമ്മേളനങ്ങളിലൊക്കെ ബഹുസ്വരതയും ജനാധിപത്യവും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ സെമിനാറുകൾ, സെഷനുകൾ. ഏതൊരു സൂര്യൻ ഇറങ്ങിയാലും ആ സൂര്യനിൽ ഈ രാജ്യത്തിന്റെ സൗഹൃദം കാക്കുന്നതിന് വേണ്ടിയുള്ള മെസ്സേജുകൾ. നിങ്ങൾ നോക്കൂ, സമസ്തയുടെ ഏതൊരു സമ്മേളനം നടത്തിയാലും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രഭാഷണം, ശംസുൽ ഉലമയുടെ 70ാം വാർഷികത്തിലെ പ്രഭാഷണത്തെ അതേ രീതി അനുസ്മരിക്കുന്ന പ്രഭാഷണങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ. ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രഭാഷണം പോലും മഹാനായ ശംസുൽ ഉലമയുടെ പ്രഭാഷണത്തിനോട് വളരെ വലിയ സാമ്യതയുള്ള പ്രഭാഷണങ്ങളാണ്. അതിലൊക്കെ പറയുന്ന മെസ്സേജ് എന്താണ്? ഈ രാഷ്ട്രത്തിനെ സംരക്ഷിക്കുന്ന, ഈ രാജ്യത്തിന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ആവരുത്. എത്ര കൃത്യമായ മെസ്സേജാണ്! നിങ്ങൾ നോക്കൂ, മതമൗലികവാദികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഏറ്റവും പാരമ്പര്യമായ, ഏറ്റവും യാഥാസ്ഥികമായിട്ടുള്ള മതജീവിതം നയിക്കുന്ന ആളുകളാണ് കേരളത്തിലെ സമസ്തയുടെ ആലിമീങ്ങൾ. പക്ഷെ ആ സമസ്തയുടെ ആലിമീങ്ങളെയാണ് കേരളത്തിലെ പിന്നെ അന്യ സമുദായത്തിൽപ്പെട്ട പൊതുമണ്ഡലങ്ങൾക്ക് പോലും വിശ്വാസം സമസ്തയാണ്. ഇവരുടെ മാരണ കലാപുണ്ടായി, പള്ളി അടച്ചുകൂട്ടി. ആ പള്ളി തുറക്കുന്ന സാഹചര്യം വന്നപ്പോ അതിന് ഏൽപ്പിച്ചത് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന SKSFനെയാണ്. അവർക്ക് വിശ്വാസമാണ് നമ്മളെ. എന്തുകൊണ്ട്? നമ്മൾ സൂഫികളാണ്. ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ മനോഹരമായ നിർമ്മിതിയിൽ സൂഫികൾക്കുള്ള പങ്കിനെ കുറിച്ച് ഇന്ത്യൻ ചരിത്രകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഋഗ്വേദ കാലഘട്ടം മുതൽ ഇവിടെ ഒരു സൂഫി പാരമ്പര്യത്തിന്റെ ചരിത്രങ്ങൾ ഇവിടെയുണ്ട്. സൂഫികളാണെങ്കിലോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്, കലഹപ്രിയരല്ല, സമാധാനപ്രിയരാണ്. നോക്കൂ, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിശബ്ദമായി സേവനം ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ സമസ്തക്കാരും. അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയം ഈ കാലഘട്ടത്തിലില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്നാണ്, ക്ഷേമരാഷ്ട്രത്തിന്റെ ഭാഗമാവുക. നിങ്ങൾ നോക്കൂ, ഈ കാലഘട്ടത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്ഷേമരാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്
നമ്മൾ നല്ല പാരമ്പര്യ സുന്നിയായി സൂഫിയായി സമസ്തയുടെ തടയിലായി ജീവിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ജീവിച്ചു അവൻക്കൊരിക്കലും രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ സാമുദായിക സൗഹൃദത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംവരണവുമായി ബന്ധപ്പെട്ട വലിയ കലഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ആ സമയത്ത് സാമ്പത്തിക സംവരണം ഈ നാട്ടിലെ ഈഴവ സമുദായത്തിന്റെ പട്ടികജാതി വിഭാഗത്തിന്റെ ക്രൈസ്തവ പിന്നോക്ക വിഭാഗങ്ങളുടെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പണിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സംവരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംവരണ സംരക്ഷണ സമിതി ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് നടത്തി ബഹുമാനപ്പെട്ട സംസ്ഥാന ജമിയത്തുൽ ഉലമ. അതൊരു മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമായിരുന്നില്ല, ഇവിടുത്തെ മുഴുവൻ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ആവശ്യമായി. ഏകീകൃത സിവിൽ കോഡ്, ഇവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ അത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക, ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരെ ബാധിക്കും, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ ബാധിക്കും, മറ്റു മതസമൂഹങ്ങളിൽപ്പെട്ടവരെയൊക്കെ ബാധിക്കും. അത് സവർണർക്ക് വേണ്ടി മാത്രമുള്ള നിയമമായിരിക്കും. അവിടെയാണ് സമസ്ത അതിനും ഭരണഘടനാ സംരക്ഷണങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തി കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടായി, അല്ലേ? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏതേത് വർഷങ്ങളുടെ പിറകിലും സമസ്തയുടെ കയ്യൊപ്പ് കാണാം. അതതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറഞ്ഞതാണ്. സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ 4 ലക്ഷ്യങ്ങൾ. 1, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരണം, അതനുസരിച്ച് ദീനി പ്രചാരണം നടത്തുക. 2, അതിനെ എതിർക്കുന്ന ആളുകളെ കൃത്യമായി പ്രതിരോധിക്കുക. 3, മുസ്ലിം സമുദായത്തിന്റെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. 4, മതവിദ്യാഭ്യാസത്തിന് തടസ്സമല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസവും ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കുക. ഈ 4 ഉദ്യമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രേരണകളോ തടസ്സങ്ങളോ പരിമിതികളോ ഇല്ലാത്ത നിഷ്കളങ്കമായി സത്യസന്ധമായി സമുദായത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് സംസ്ഥാന ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 100 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചരിത്രപരമായി ഇത്തരം ഉദ്യമങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ് ലോക ചരിത്രത്തിൽ അത്ഭുതകരമായി 100 കൊല്ലവും സ്ഥിരതയോടെ നിലനിർത്താൻ സമസ്തക്ക് കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ ഇസ്ലാമിക ഖിലാഫത്തിനിടയില്ല. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ വ്യത്യസ്ത നേതൃത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നേതൃത്വങ്ങളൊക്കെ ചിതറിപ്പോയി. ഇപ്പൊ സൗദി അറേബ്യയിൽ ഒരു വഹാബികൾ വന്നതോടുകൂടി ആ നാടിന്റെ പാരമ്പര്യമൊക്കെ അസ്തമിച്ചു പോയി. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 100 കൊല്ലമായി സമസ്തയാണ് ഇവിടുത്തെ മുഖ്യധാര നേതൃത്വം. ആളുകൾ സമസ്ത എന്തു പറയുന്നു എന്നാണ് നോക്കുന്നത്, സമസ്തയുടെ അഭിപ്രായം എന്ത് എന്നാണ് നോക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാറ് പോലുമില്ല. സമസ്തയാണ് ഇവിടുത്തെ മുഖ്യധാര നേതൃത്വം. 100 കൊല്ലം ഒരു വിഭാഗം തന്നെ ഒരു പ്രദേശത്തെ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാര നേതൃത്വമായി നിലനിൽക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് സാധ്യമായ ഒരേ ഒരു ഇടം കേരളം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, തിരുത്തലുണ്ടെങ്കിൽ പറയാം. വേറെ എവിടെയും 100 കൊല്ലം ഇത്ര കണിശതയോടുകൂടി നിലനിർത്തിയ നേതൃത്വത്തെ കാണാൻ കഴിയില്ല. നിങ്ങൾ ഈജിപ്തിലോ ജോർദാനിലോ സിറിയയിലോ ഇറാഖിലോ സൗദി അറേബ്യയിലോ എവിടെ വേണമെങ്കിൽ പോയി നോക്കും. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ഭരണങ്ങളിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ മാത്രം ആലിമീങ്ങളുടെ ഈ നേതൃത്വത്തെ കൺസിസ്റ്റന്റ് ആയി സ്ഥിരതയോടെ നിലനിർത്താൻ സാധ്യമായിട്ടുണ്ട് സമസ്തക്ക് മാത്രമാണ്. കാരണം സമസ്തക്ക് സത്യസന്ധമായി ഇടപെടാൻ കഴിയുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു വഹാബികൾ വന്നതോടുകൂടി സൗദി അറേബ്യ ധരിപ്പണായി. കേരളത്തിൽ കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ വഹാബികൾ വന്നു, ജമാഅത്ത് വന്നു, തബ്ലീഗ് വന്നു, കള്ളത്തൊരീക്കത്തുകാർ വന്നു, വിഘടിതർ വന്നു, മറ്റു രാഷ്ട്രീയ എതിരാളികൾ വന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ കരുത്തുറ്റ കവചം പോലെ പ്രതിരോധിക്കാൻ സമസ്തക്ക് സാധ്യമായി. എങ്ങനെ സാധ്യമായത്? സാമൂഹിക പ്രതിബദ്ധതയുള്ള ആലിമ്യങ്ങളായതുകൊണ്ടാണ് സാധ്യമായത്. ഒരേ സമയം ആലിമ്യങ്ങളും ആത്മീയ നേതാക്കന്മാരും സാദാത്തുക്കളും ഉമറാക്കളും ഇവർ ഒരുമിച്ച് നിന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താ? മുസ്ലിം സമുദായത്തിനിടയിൽ ഗ്യാപ്പ് ഉണ്ടായില്ല. സാധാരണക്കാരന്റെയും പണ്ഡിതന്മാർക്കിടയിലും ഒരു വിടവുണ്ടായില്ല. ആ വിടവുകളെ പരിഹരിക്കാൻ ആവശ്യമായ മെക്കാനിസം ഉണ്ടാക്കാൻ സംഘടന കൊണ്ട് സമസ്തക്ക് സാധ്യമായി. അത് സമസ്തക്ക് മാത്രം സാധ്യമായിട്ടുള്ള അത്ഭുതകരമായ ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിലൂടെയാണ് നമ്മുടെ ഉലമാ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉലമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് കാണുന്ന ഒരു അഭിമാനകരമായ ഒരു നിലനിൽപ്പുണ്ടായത്. ഇത് നിലനിർത്തേണ്ടത് നമ്മളാണ്. നമുക്ക് എളുപ്പമല്ല ഇനിയുള്ള കാലം. കാരണം എന്താണ്? ആദ്യകാലത്ത് വിദേഹത്തിനെ സംരക്ഷിക്കുക, വിദേഹത്തിനെതിരെ പോരാടുക എന്നത് നാട്ടുകാരുടെ കൂടി ആവശ്യമായി.
കാരണം നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത് പാരമ്പര്യമായിട്ടുള്ള ഒരു സൂഫി രീതിയാണ്, സംസ്കാരമാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പൊ അത് സംരക്ഷിക്കാൻ വേണ്ടി ആളുകളും സമസ്തന്റെ കൂടെ നിൽക്കും. ഇന്നങ്ങനല്ല. ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു ലിബറൽ ഇസ്ലാമാണ്. ആളുകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഹറാമുകളൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇസ്ലാമാണ്. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇസ്ലാമിനെ കൊടുക്കാൻ സമസ്തക്ക് കഴിയുമോ? കഴിയില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാമിനെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടുത്തെ മതയുക്തിവാദികളാണ് ആര്? വഹാബികൾ. അവർക്ക് ഹദീസുകളെ നിഷേധിക്കാം, അവർക്ക് തള്ളിക്കളയാം, അവർക്ക് സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കാം, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാം. നമുക്കത് പറ്റുമോ? കഴിയില്ല. ഇനിയുള്ള കാലത്ത് ബിദ്അത്തിനെ പ്രതിരോധിക്കൽ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ട്? ആദ്യകാലങ്ങളിൽ ഒരാൾ ബിദ്അഇയാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതെങ്കിലും ബിദ്അഇ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ നാട്ടിൽ മുബ്തദിആയി എന്നറിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവന്റെ കൈ ഇവിടെ നമുക്ക് അടയാളം ഉണ്ടാവും, കാണാൻ കഴിയും. ഏതെങ്കിലും സംഘടന മെമ്പർഷിപ്പ് എടുത്തുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സംഘടനാപരമായ ബിദ്അത്ത് അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമാവുക എന്ന രീതി ആളുകൾ ഒഴിവാക്കി. പക്ഷെ ആളുകളുടെ ഉള്ളിൽ ആശയം ഏതാണ്? ബിദ്അത്തിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അത് നമുക്കറിയില്ല. പള്ളി കമ്മിറ്റിയിലുണ്ടാവും, റബീഉൽ ലെവലിന്റെ കമ്മിറ്റിയിലുണ്ടാവും. ഇത് ഒഴിഞ്ഞു തന്നെ പറയും, ഇല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം എന്താന്ന് പറയും. പള്ളി കമ്മിറ്റി മെമ്പറും മഖാമ് കമ്മിറ്റിന്റെ മെമ്പറൊക്കെ ഇക്കാരം സിയാർത്തോടൊന്നും വലിയ കാര്യം ചെയ്യാനേക്കാരോ വിശ്വസിക്കുന്നതാണ്. പുറത്തു പറയില്ല. ബിദ്അത്ത് ഒളിച്ചു കടത്തപ്പെടുകയാണ്. ഞങ്ങൾ സുന്നികളാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മറവിലൂടെ ബിദ്അത്തിനെ ഒളിച്ചു കടക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ഇനിയുള്ള കാലത്ത് ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ എളുപ്പമല്ല. നാട്ടുകാർക്കും ആവശ്യം തോന്നിയതുപോലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാം. 5 വക്ത് നിസ്കാരം, ജുമക്കൊക്കെ പോവാം, ബാക്കി പിന്നെ ഈ പണിയൊന്നും വേണ്ട. ഇങ്ങനെ തലയിലുള്ള ജുബൊക്കെ ഇട്ടിട്ടുള്ള ശംസുലുലമയെ കണ്ണിയത്ത് സാറൊക്കെ തീ പഠിച്ചതുപോലെയുള്ള അങ്ങനെ ഒരു പണ്ഡിത സംസ്കാരമൊന്നും വേണ്ട. അത് ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ടിട്ടും മുടിയൊക്കെ വളർത്തിയിട്ട് ക്രോപ്പായിട്ട് സുഹൈൽ ബുഖാരി ഇങ്ങനെ ഓതുക. എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരം, ഒരു ആധുനിക സംസ്കാരം. അതാണ് നാട്ടുകാർക്ക് വേണ്ടത്, ജനങ്ങൾക്കാണ് ആവശ്യം. ഈ പണ്ഡിത സംസ്കാരത്തെയും സൂഫി സംസ്കാരത്തെയും വേണ്ട ആളുകൾ വളരെ കുറച്ച് മാത്രമാണ്. ഈ കുറച്ചു മാത്രം ആവശ്യമുള്ള ആളുകളെ ഇത് കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ ഒരു ആവശ്യമായി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീങ്ങുന്ന അധ്വാനമാണ്. നമ്മളൊരു പള്ളിയിൽ പോയി ഒരു പ്രഭാഷണത്തിന് പോയി നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി സംസാരിച്ചാൽ, ബിദ്അത്തിനെതിരെ വഹാബികൾക്കെതിരെ സംസാരിച്ചാൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു കാലം. അങ്ങനൊന്നും പറയണ്ട, ഇവിടെ നമ്മളെല്ലാവരും കൊന്നല്ലേ, അങ്ങനൊന്നും പറയണ്ട എന്ന് പറയുന്ന സ്ഥിതിവിശേഷം. പഴയകാലത്ത് അങ്ങനല്ല. ബിദ്അത്തിനെതിരെ സംസാരിക്കാൻ ഉസ്താദ് സജ്ജമാണെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നാട്ടുകാർ ചെയ്തു കൊടുക്കും. എല്ലാ പള്ളികളും മദ്രസകളിലും വയലുകളിലും ബിദ്അത്തിനെതിരെയുള്ള നിരന്തരമായ പ്രഘോഷണങ്ങളാണ്. ഇന്നത് മാറി. ഒരാൾ ബിദ്അഇ ആയി കഴിഞ്ഞാൽ ഓ തർക്കടിച്ച് ഓരോ പള്ളി കമ്മിറ്റിക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരങ്ങനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതി ഇല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ നമ്മുടെ ഉലമാ ബിദ്അത്തിനെ പ്രതിരോധിച്ചതിന്റെ ഒരു 100 ഇരട്ടി പണി നമുക്കുണ്ട് പ്രതിരോധിക്കാൻ. കാരണം നമ്മൾ ഒരു എളുപ്പമുള്ള ഒരു കളരിയിലേക്കല്ല നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ കയ്യിൽ നല്ല സബർ വേണ്ടി വരും, നല്ല ഹിമ്മത്ത് വേണ്ടി വരും. സംസ്ഥയുടെ ജമിയത്തുൽ ആദർശം അനുസരിച്ച് സുന്നത്ത് ജമാഅത്തോടെ നിലനിൽക്കണമെങ്കിൽ തസവ്വുഫിന്റെ ഉത്സാരങ്ങളിലേക്ക്, അതിന്റെ ആനന്ദങ്ങളിലേക്ക് ആളുകളെ എത്തിക്കേണ്ടി വരും. വലിയ അധ്വാനമാണ്, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത്രയും കാലം നമ്മൾ സമസ്തയെ കൊണ്ട് ജീവിച്ചവരാണ്. സമസ്തയാണ് നമുക്ക് ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരുന്നത്. ഇനി സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും നമ്മളെ ആവശ്യമുള്ള സമയമാണ്. നമുക്ക് വേണ്ടി ഒരുക്കങ്ങളൊക്കെ സമസ്ത ഒരുക്കിയപ്പോ അതിന് പകരം കൊടുക്കാൻ ആവശ്യമാകുന്ന ഒരു ഘട്ടമാണ്. നമ്മുടെ സമയങ്ങൾ, സംസാരങ്ങൾ, ഇടപെടലുകൾ, എഴുത്തുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാവുക, സമസ്തക്ക് വേണ്ടിയാവുക. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള ഇഷ്ടങ്ങൾ, ദീനിന്റെ പേരിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവുക. സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള ആളുകൾക്ക് അവരുടെ നിഫ്റത്ത് ഉണ്ടാവുക, അവരുടെ അകലം പാലിക്കുക. അതാണ് ശംസുൽ ഉലമയും കണ്ണിയത്തു സദം അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു നൽകിയ ഒരു പാഠം. അവിടെ നിൽക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തിരക്കുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ തിരക്കായി സമസ്തക്ക് വേണ്ടിയുള്ള സേവനങ്ങളെ നമ്മൾ കാണണം. നമ്മൾ നാട്ടിലേക്ക് പോയാൽ, നമ്മുടെ നാട്ടിലേക്ക് പോയി കുടുംബങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മുടെ കിട്ടുന്ന ഇടവേളകളിൽ
നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ അതിലും സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ സമസ്തക്ക് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാവുക. നമ്മളാണ് ഈ സമസ്തയുടെ ശബ്ദമാകേണ്ടത്. ഒഴുക്കിനെതിരെ നീന്തേണ്ട ഒരു കാലമാണ്. ശത്രുക്കൾ കരുത്തരാണ്. പ്രതിയോഗികൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയും ഉള്ളത്. അതിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ട കാലമാണ്. ശത്രുക്കളുടെ ഒളി അജണ്ടകളെ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥിനെ ഒളിച്ചു നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ ഹിക്മത്തോടുകൂടി കൈകാര്യം ചെയ്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ നമ്മുടെ പൂർവികരായ ആലിമീങ്ങൾ ശംസുൽ ഉലമയും കണ്ണിയത്തു സദവടക്കമുള്ള ആലിമീങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.